മക്കളുമാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമാണോ? ഞാനേ ഇന്നൊരു മീൻ അച്ചാറിടാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ചൂര മീനാണേ. നല്ല അടിപൊളി മീനച്ചാറാണ്. ഇപ്പൊ നമുക്ക് കാണാം. വാ, ഉണ്ടോ? നമ്മൾ മീൻ കട്ട് ചെയ്തതാണ്. മീൻ കട്ട് ചെയ്ത് അച്ചാറിടാൻ പോവാണ് കേട്ടോ. ഇതിനു വേണ്ടി ചെറിയ കഷ്ണങ്ങളായിട്ട് മീൻ കട്ട് ചെയ്തതാണ്. ഇനി ഇത് കട്ട് ചെയ്ത് ഞാൻ കഴുകി കൊണ്ടുവച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടി. ഇത്രയും മീനുള്ളത് കൊണ്ട് ഞാൻ ഈ 1 സ്പൂൺ മുളക് പൊടി ഇടുക കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക്കിന്റെ പേസ്റ്റാണ്. അത് ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ് കേട്ടോ. ഇത് എല്ലാം നമുക്കൊന്ന് തൂത്തിടണം. എന്നറിയാമോ? നല്ല ടേസ്റ്റ് ഉള്ളത്, അതിനെ ടേസ്റ്റ് ആക്കുന്ന ഒരു സാധനമാണ്. അപ്പം ഇതിനെ നമ്മൾ തൂത്തിട്ടു. ഇനി നമുക്ക് വേണ്ടത് ഉപ്പ്. ഇത്രയും ഉപ്പിട്ട് വേണം. ഇത്രയും വേണ്ട, ഇത്രയും മതി. ഇനി ഇതിനെ നമ്മൾ ഇളക്കും. ദൈവണം ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ വെച്ചിരിക്കണം. എന്തിനെന്നറിയാവോ? ഇതിനകത്ത് അരപ്പ് പിടിക്കാതെ ഈ മസാലകളും എല്ലാം പിടിച്ച് മീനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ മീനിൻ്റെ വെള്ളമൊക്കെ അങ്ങോട്ട് അബ്സോർവ് ചെയ്ത് അപ്പം നമുക്ക് വറുത്ത് കോരുമ്പോഴത്തേന് എന്താണെന്നറിയാവോ? പെട്ടെന്ന് വറുത്ത് കോരാനും പറ്റും. അകത്ത് വെള്ളത്തിൻ്റെ അംശം നിൽക്കത്തില്ല. മനസ്സിലായോ? അതിന് വേണ്ടിയാണ് ഉപ്പ് ഇത്രയും. അപ്പോൾ അരപ്പെല്ലാം പിടിച്ച് നോക്കിയിരിക്കും. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് നോക്കാം. ഓക്കെ. വേണ്ടി ഞാൻ സ്റ്റൗ കത്തിച്ച് പാൻ അടപ്പ് വെക്കും. കണ്ടോ? പാൻ നന്നായിട്ട് ചൂടായി എണ്ണ ഒഴിക്കുന്നതാണ്. ഈ എണ്ണത്തിൻ്റെ ബാലൻസ് എണ്ണ തന്നെ നമുക്ക് അച്ചാറിടാനും അങ്ങ് എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ അത്ര എണ്ണ ഒഴിച്ചത് കേട്ടോ. ഞാനിവിടെ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണ ഉള്ളവർക്ക് അത് ഒഴിക്കാം. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത്. എണ്ണ ചൂടായി. എണ്ണ ഇത് മീനിടാൻ പോവാണേ. സൂക്ഷിച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലോട്ട് എണ്ണ തെറിക്കും. സൂക്ഷിച്ച്. മൂട് കട്ടിയുള്ള പാത്രമാണെങ്കിലേ അടിക്ക് കയറി പിടിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ മൂട് കട്ടിയുള്ളൊരു പാത്രം വെച്ചത്. മീൻ ഇടാന്നറിയില്ലേ, ഇച്ചിരി തീ കുറച്ച് വെക്കണം കേട്ടോ. എന്താണെന്നറിയാമോ? എണ്ണ നമ്മുടെ കയ്യിലോട്ടൊന്നും തെറിക്കാതെയും നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി. എണ്ണ ചൂടായതിനു ശേഷമാണല്ലോ നമ്മൾ ഇടുന്നത്. എല്ലായിടവും ഇത് എല്ലായിടവും ഇങ്ങനെ ആകാനായിട്ടേ എണ്ണ എത്തിയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കണം, ചരിച്ചു കൊടുക്കണം. എന്താ ഇപ്പം എല്ലായിടവും ആയി. പിന്നെ മൂക്കുമ്പോഴത്തേനും ഇതിൻ്റെ ഒരുപാട് ഇത് വേണ്ടി വരും. ഇത് കുറയും, സ്പേസ് കുറയും. ഓക്കെ. അല്ല, ഇപ്പം തന്നെ സ്പേസ് വേണ്ട. ഇനി നമുക്ക് അടുത്തെന്ന് പറയുന്നത് നമുക്ക് കുറച്ചേ ഇതെന്നറിയാമോ? എന്തുവാ? കടുക്. കടുകും കൂടെ ഒന്ന് പൊടിക്കണം. കടുക് നമ്മൾ വറുത്തിടത്തില്ല, ഒന്ന് പൊടിച്ചിടും. കുറച്ച് ഒരു 2-3 സ്പൂൺ. ഒന്ന് ചൂടായിട്ട് ഒരു 3 സ്പൂൺ ഞാൻ ഇട്ടിട്ട് കണ്ടോ. കടുക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എണ്ണയൊന്നും ഒഴിച്ചില്ല, വെറുതെ ഒന്ന് ചൂടാക്കും. ഇത് നമ്മൾ വറുത്ത ഇതെല്ലാം ആക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തോട്ടം ഇട്ടു. അത് പ്രത്യേക ഫ്ലേവറാണ്. കണ്ടോ? അത് കിടന്നൊന്ന് ഇതാകുന്ന കണ്ടോ? എന്നിട്ട് പൊട്ടുന്ന പോലെ ഒരു കണ്ടോ? ഞാൻ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. കണ്ടോ? ഇനി നമുക്ക് ഇച്ചിരി ഉലുവയും കൂടെ അങ്ങനെ ഇട്ടു പൊടിച്ചെടുക്കാം. ഇച്ചിരി ഉലുവ ഞാൻ എടുക്കുന്നില്ല, എനിക്ക് ഉലുവ പൊടിച്ചതുണ്ട്. അപ്പം ഞാൻ ആ പൊടി വിതറി കൊടുക്കത്തേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ മീൻ ഏകദേശമൊക്കെ തിരിച്ചിടാൻ സമയമല്ല. അപ്പം ഇങ്ങനെ ജസ്റ്റ് ഞാൻ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അടിഭാഗം എല്ലാം ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കണം. കണ്ടോ? ഇതേ ഓണം ആക്കിയിടണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയേ. അതിരുന്നൊന്ന് മൂക്കട്ടെ. കുറച്ചുകൂടെ ആവണം. അച്ചാറല്ലേ, അപ്പം നമുക്കപ്പോൾ അത് ഒരു പുറത്ത് കൊടുത്തയക്കാനും കൂടിയാണ്. അപ്പം ഒരു കുറച്ച് ദിവസം ഇരിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇച്ചിരി മൂക്കണം അതിന്. മൂക്കട്ടെ. അവിടെ കിടന്നു കുറച്ചുകൂടെ മൂക്ക്. കണ്ടോ? ഇത് ഏകദേശം മൂത്ത്, ചിലതൊക്കെ മൂത്ത് കഴിഞ്ഞു. നമുക്ക് 1-2 മൂക്കാത്തുണ്ട്. മൂത്തില്ല എന്ന് പറഞ്ഞാൽ ശരി. ഇത്
കണ്ട, ഇതാണ് നമ്മുടെ ഇതിൻ്റെ പാകം. ഇത് മൂത്ത് ഒരുപാട് അങ്ങ് കരിഞ്ഞാലേ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും, മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും. അപ്പം ഇതാണ് പാകം. ഈ പാകത്തിന് വേണം നിങ്ങൾ മീനച്ചാർ ഇടുമ്പോൾ ഒരുപാട് അങ്ങ് മൂപ്പിച്ച് കളയില്ല എന്ന് പറഞ്ഞാൽ കരിയുന്ന ഒരു പാകമാവരുത്. ഇതാ പാകം കേട്ടോ. ഇനി നമുക്കിതിനെ കോരാം. അതിനകത്ത് എണ്ണ അങ്ങനെ പിടിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. നമുക്ക് എണ്ണ പിടിക്കേണ്ട ഇതെന്ന് പറയുന്നത് ഇങ്ങനത്തെ അരിപ്പഴിങ്ങനെ കോരുവാണെങ്കിലുണ്ടല്ലോ അതിൽ എണ്ണയൊക്കെ അങ്ങ് പോകും. നമുക്കിനി വേറെ എണ്ണ ചേർക്കണ്ട. ഈ എണ്ണ കൊണ്ട് തന്നെയാണ് ഞാൻ ബാക്കി കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി ഇത് ഇരുന്ന് അത് എണ്ണ പോട്ടെ. നമുക്കിതിനകത്തോട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഇഞ്ചിയും പിന്നെ ഇഞ്ചിയും വറ്റൽമുളകും ഒക്കെ ഇല്ലതാണ്. ഇനി ഇതിനെയൊക്കെ ഓരോന്നിനെയും അങ്ങോട്ട് മൂപ്പിക്കാം. ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇനി വറുത്തിഞ്ഞ് പോരാ. നമുക്ക് ഇഞ്ചിയും മറ്റേതും കൂടെ ആണെങ്കിൽ ഒരുമിച്ച് ഇടുകയും ചെയ്യാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയുടെയൊക്കെ ഫ്ലേവർ എന്ന് പറയുന്നത് ഒരുപാട് അങ്ങ് മൂപ്പിക്കേണ്ട. നമ്മുടെ ഒരു മൂത്ത് കഴിഞ്ഞാൽ ഒരു കറമുറ അങ്ങനെ ഇരിക്കല്ലേ, അത്രയും അങ്ങ് മൂക്കണ്ട. നമ്മൾ ഇതിനെ ഇപ്പോൾ കൊടുത്തയക്കാനൊക്കെ ആണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പിന്നെ ഒരുപാട് എണ്ണയും വിനീഗറും ഒന്നും ഒഴിക്കില്ല. വറുത്ത് കോരി എല്ലാം ആക്കിയതിന് ശേഷം അവരവിടെ ചെന്നിട്ട് വിനീഗർ ഒഴിക്കാൻ പറയും. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. ഇത്ര ആയാൽ മതി ഇത്. ഇനി ഇതിനെ നമുക്ക് കോരാം. ഇനി നമ്മൾ ഈ ഇഞ്ചി ഇട്ട് കൊടുക്കുവാണേ. ഇഞ്ചി ഒന്നായി വരുമ്പോൾ നമ്മുടെ ചുമന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കണം. അതിനകത്ത് നമ്മുടെ ഈ ചുമന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരുവിധമായി കണ്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നോക്കട്ടെ. ഇനി ഇത് കൂടെ ഇടുന്നു. കറിവേപ്പില എത്ര ഇടുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. കറിവേപ്പിലയുടെ ഫ്ലേവർ അതിൻ്റെ അകത്ത് ഇടുന്നു, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ഈ വറുത്ത് കോരി വെച്ചിട്ടില്ലേ, അതോടെ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഇച്ചിരി കൂടെ ഇടുന്നുണ്ട്. അരപ്പതി പിടിക്കും. 1.5 സ്പൂണ് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് ഉലുവാപ്പൊടി. ഉലുവാപ്പൊടി അച്ചാറിന് ഉലുവാപ്പൊടി നല്ലതാണ്. ഉലുവാപ്പൊടി. ഇനി വേണ്ടത് ഉപ്പ്. ഇത്ര ഉപ്പ് വേണ്ട, ഇത്ര ഉപ്പ്.
ഇനി ഇത് പുറത്ത് കൊടുത്തയക്കാനായതുകൊണ്ട് ഞാനിത് പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല. ഞാൻ അവരവിടെ ചെന്നിട്ട് അത് ചെയ്തോട്ടെ. ഇനി നമ്മുടെ വറുത്ത് കഴിച്ചിട്ടുള്ള മീൻ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം. ഞാൻ ഈ വറുത്ത് കോരിയ മീൻ ഒട്ടും പൊടിഞ്ഞിട്ടില്ല. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ചൂടായ എണ്ണയിലിട്ടതിന് ശേഷം ആ ഒരു സൈഡ് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കാവൂ. അല്ലാതെ നമ്മൾ ഇടയ്ക്കിളക്കിയാൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അരപ്പെല്ലാം മാറിപ്പോവും. അപ്പം അത് പൊടിയാനും തുടങ്ങും. ഓക്കെ, അപ്പം നിങ്ങൾ മീൻ വറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത്, മറക്കല്ലേ. ഓക്കെ, ഇതിനെ അവരവിടെ ചെന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് വിനീഗറും എടുത്ത് ഇച്ചിരി പുളി പിഴിഞ്ഞ് തിളപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് വിനീഗർ ഒഴിച്ച് തിളപ്പിച്ച് ഇതിനകത്തോട്ട് അങ്ങ് ഒഴിച്ച് വെക്കും. അപ്പോൾ എത്ര ദിവസം വേണേലും ഇരിക്കും. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ചെടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. എല്ലാം കൂടെ പുളിയിട്ടാൽ കൊടുത്തയക്കാൻ പറ്റും. കണ്ട, ഇനി നമ്മൾ ഇതിനകത്തെന്ന് പറയുന്നത് നമ്മൾ ഇതാക്കി വെച്ചിട്ടില്ലേ കടുക് പൊടിച്ചത്, ഇതിനകത്തോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ടേ നിങ്ങളെ കാണിച്ചു തരാം വിനീഗർ പുളിയൊക്കെ ഒഴിക്കുന്ന അങ്ങനെയാണെന്ന്. ഓക്കെ, ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്തയച്ചാൽ മതി. അവരവിടെ ചെന്നിട്ട് പുളി ഇച്ചിരി പിഴിപുളി എടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിയതിന് ശേഷം അതിനകത്തോട്ട് വിനീഗർ ഒഴിച്ച് എടുക്കും. ഓക്കെ, കാണിച്ചു തരാം ഞാനത്. ഇത് ഞാൻ പുളി ഉപ്പും കൂടെ പിഴിഞ്ഞതാണ്. ഇത് ഞാൻ കുറച്ചെടുത്താക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. ഇതിനകത്തോട്ട് അപ്പോൾ അരപ്പൊക്കെ ആക്കിയതിന് ശേഷം അതിനകത്തോട്ട് നമ്മൾ അങ്ങ് പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്. ആ അരപ്പിനകത്ത് ഈ പുളി കിടന്നങ്ങ് വറ്റും. ഇപ്പം തിളക്കട്ടെ, നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പുളിയുടെ വെള്ളം ഇതേവണ്ണം വറ്റിയതിന് ശേഷം വേണം വിനീഗർ ഒഴിച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഇത് കണ്ടോ, ഇതിനകത്ത് ഞാൻ വിനീഗർ ഒഴിച്ചിരുന്നു കേട്ടോ. കണ്ടോ വിനീഗർ ഒഴിച്ചോണ്ട. ഈ വിനീഗർ ഇത് ലീക്കാവെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ. അല്ലെങ്കിൽ നമ്മൾ അന്നേരം തന്നെ അരപ്പ് ആവത്തില്ലേ, അപ്പം തന്നെ ഇതും കൂടെ ഇങ്ങനെ ആക്കണം. ഇത് അത് ഞാൻ ആ വെള്ളത്തിൻ്റെ അംശമുള്ള പൊടിയെ ഞാൻ അങ്ങ് വറ്റിച്ചത്. അത് കണ്ടോ, വറ്റിച്ച് വിനീഗറാണ്. ഇനി വിനീഗർ ഇച്ചിരി നേരം തിളയ്ക്കും. കണ്ടോ, കണ്ടോ. അപ്പോൾ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശമേ ഇല്ല. ആ പുളി അങ്ങ് വറ്റി. പിന്നെ വിനീഗർ മാത്രമേ ഉള്ളൂ. പുളി ഉപ്പ് വറ്റിയിട്ടാണ് ഞാൻ വിനീഗർ ഒഴിച്ചത്. കണ്ടോ, വിനീഗറും തിളയ്ക്കുന്നു. ഇനി ഇത് ഓഫാക്കിയതിന് ശേഷം കണ്ടോ, ഓഫാക്കിയതിന് ശേഷം വറുത്ത് കോരിയത് ഇതിനകത്തോട്ട് ഇങ്ങനെ കൊടുക്കണം. ഇതായിരിക്കട്ടെ, എല്ലാം ഇരിക്കട്ടെ. കുറച്ച് ഇതേ ഉള്ളൂ, അങ്ങനെ ഇതായിരിക്കട്ടെ. അതിനുവേണ്ടി വറ്റാനായിട്ടും അപ്പോൾ ഇതിനകത്ത് ഇത് വിനീഗർ കിടന്ന് ഇനി നമ്മളിത് വിനീഗർ കൊടുത്തയക്കാനായതുകൊണ്ടാണ് വിനീഗറേയും കുറച്ചൊഴിച്ചത്. ഇനി അവർ കുപ്പിയിലിട്ട് ഒരു വിനീഗർ കൂട്ടിച്ചേർക്കും. അടിപൊളി മീനച്ചാറാണ് കേട്ടോ. ഇനി നമ്മളിതിനകത്ത് വിനീഗർ അങ്ങ് ഒഴിച്ച് കുപ്പിയിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഒരു 4-5 ദിവസത്തേനൊക്കെ ആണെങ്കിൽ ഇതിന് ഞാൻ സ്വല്പം വിനീഗർ ഒഴിച്ചിട്ടുണ്ട്, അത് മതി. അപ്പം കുറേ നാൾ ഇരിക്കാൻ വേണ്ടിയാണെങ്കിലാണ് ഞാൻ പറഞ്ഞത് കുറച്ചധികത്തിൽ വിനീഗർ ഒഴിച്ച് അങ്ങ് വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഈ മീനച്ചാർ എല്ലാവരും ഇട്ട് നോക്കണം കേട്ടോ. നല്ല അടിപൊളി മീനച്ചാറാണ് ഇത്. ചൂരമീനാണ്, ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, ബായ്.